Wish you all good day. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. This is another exam preparation session. അപ്പൊ ഈ ഒരു സെഷനിൽ പീഡിയാട്രിക് ടോപ്പിക്സിൽ നിന്നും എക്സാംസിന് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്നും നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ഒരു പേനയും ഒരു ബുക്കും കയ്യിലുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീസ് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് മസിൽസ് would the nurse choose as the preferred site for a newborn's vitamin K injection? Okay, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ ഒരു ന്യൂബോണിന് കൊടുക്കുമ്പോൾ ഏത് മസിലാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇവിടെ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ ന്യൂബോൺസിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട് വൈറ്റമിൻ കെ കൊടുക്കുന്നതിന്. ഒന്ന്, ബ്ലീഡിങ് ഇല്ലാതിരിക്കാനായിട്ട്. രണ്ട്, വൈറ്റമിൻ കെ യൂഷ്വലി സിന്തസൈസ് ചെയ്യുന്നത് നമ്മളുടെ ലാർജ് ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ബാക്ടീരിയാസ് ആണ്. ഓക്കെ, അപ്പൊ ആ ലാർജ് ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ബാക്ടീരിയാസ് പ്രോപ്പർ ആയിട്ട് ന്യൂബോൺസിന് ഡെവലപ്പ് ചെയ്യാത്ത കാരണം കൊണ്ട് ആ ന്യൂബോൺസിന് വൈറ്റമിൻ കെ ഡെഫിസിറ്റ് ആയതുകൊണ്ടും വൈറ്റമിൻ കെ ബ്ലീഡിങ്ങിലേക്ക് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ബ്ലീഡിങ്ങിലേക്ക് കാരണമാവുന്നത് കൊണ്ടും വൈറ്റമിൻ കെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി വൈറ്റമിൻ കെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അത് ഡെവലപ്ഡ് ആയിട്ടുള്ള മസിൽസിൽ കൊടുക്കുക എന്നുള്ളതാണ്. IM ഇഞ്ചക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. വൈറ്റമിൻ കെ IM ആയിട്ടും അതുപോലെ തന്നെ വൈറ്റമിൻ കെ IV ആയിട്ടും കൊടുക്കാറുണ്ട്. പക്ഷെ IV കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് കൊടുക്കുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് സർട്ടൻ ഇൻസ്റ്റൻസിൽ സർക്കംസ്റ്റാൻസസിൽ നമ്മൾ വൈറ്റമിൻ കെ IV ആയിട്ട് കൊടുക്കാറുണ്ട്. അതർവൈസ് യൂഷ്വലി വൈറ്റമിൻ കെ നമ്മൾ കൊടുക്കുന്നത് IM ആയിട്ടാണ്. അപ്പൊ ഇവിടെ വൈറ്റമിൻ കെ IM ന്യൂബോൺസിന് ഏത് മസിൽസിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വൈറ്റമിൻ കെ യൂഷ്വലി കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മസിൽസിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇതിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മസിൽസ് ഏതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഗ്ലൂട്ടിയസ് മീഡിയസ് ഉണ്ട്, മിഡ് ഡെൽറ്റോയിഡ് ഉണ്ട്, വാസ്റ്റസ് ലാറ്ററാലിസ് ഉണ്ട്, റെക്ടസ് ഫെമോറിസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ന്യൂബോൺസിന് വൈറ്റമിൻ കെ കൊടുക്കുമ്പോൾ ഡെവലപ്ഡ് മസിൽസിൽ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഡെവലപ്ഡ് മസിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാസ്റ്റസ് ലാറ്ററാലിസ് ആണ്. ദാറ്റ് ഈസ് ആന്റീരിയർ ലാറ്ററൽ പോർഷൻ ഓഫ് ദ തൈ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഏരിയയിലാണ് കൊടുക്കേണ്ടത്? വാസ്റ്റസ് ലാറ്ററാലിസ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ തേർഡ് ഓപ്ഷൻ ആണ്, വാസ്റ്റസ് ലാറ്ററാലിസ്. അപ്പൊ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: വൈ വൈറ്റമിൻ കെ ഇസ് ഗിവൺ ഇൻ ന്യൂ ബോൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട്, വൈറ്റമിൻ കെ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, ദെൻ വൈറ്റമിൻ കെയുടെ റൂട്ട് ഏതൊക്കെയാ? IM ആയിട്ടും IV ആയിട്ടും കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, കോമൺ ആയിട്ട് ജനറലി പ്രിഫർ ചെയ്യുന്നത് വൈറ്റമിൻ കെ IM ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ IMന്റെ കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആക്ഷൻ ബൈ ദ മദർ ഓഫ് എ ന്യൂ ബോൺ വിൽ അഷ്യൂർ ദ nurse that she understand the proper cord care for the newborn? So question ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വാട്ട് ആക്ഷൻ ബൈ ദ മദർ ഓഫ് എ ന്യൂബോൺ, ഒരു ന്യൂബോണിന്റെ അമ്മ ഏത് ആക്ഷൻ ആണ് ചെയ്യുന്നത്? വിൽ അഷ്യൂർ, ആ ഒരു ആക്ഷൻ അഷ്യൂർ ചെയ്യണം. ദാറ്റ് ദ nurse, assure the nurse that she understand the proper cord care. That means the mother of a newborn understand the proper cord care of the newborn. ന്യൂബോണിന്റെ പ്രോപ്പർ കോഡ് കെയറിനെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ റിഗാർഡിങ് കോഡ് കെയർ ഉണ്ട് എന്നുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് കോഡ് കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നിൽ പറയുന്നു വ്യൂസ് എ വീഡിയോ ടേപ്പ് ഓൺ എ ന്യൂ ബോൺസ് ഹൈജീൻ കെയർ, അതായത് പിന്നെ ന്യൂ ബോൺസ് ഹൈജീൻ കെയറിനെ കുറിച്ചൊരു വീഡിയോ ടേപ്പ്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ വെൻ വി ഇൻസ്ട്രക്ട് സംതിങ്, വീഡിയോ ടേപ്സ്, ബ്രോഷേഴ്സ്, ഗിവിംഗ് ബുക്ക്ലെറ്റ്, എവറിത്തിങ് ഇസ് ഗുഡ്, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതൊന്നും ഒരു ഇഫക്റ്റീവ് മെത്തേഡ് അല്ല. ഓക്കെ, അതായത് ഒരു ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ല. ഡെഫിനറ്റ്ലി നമുക്ക് വീഡിയോ ടേപ്സ് കാണിച്ചു കഴിയുമ്പം, പിക്ചേഴ്സ് കാണിച്ചു കഴിയുമ്പോൾ ഒക്കെ നല്ലതാണ്. പക്ഷെ
unless and until when they are not practicing that. മനസ്സിലായി, നമ്മൾ എല്ലാം പഠിപ്പിക്കും, എല്ലാം മനസ്സിലായി, പക്ഷെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ വീഡിയോ ടേപ്സ് ചെയ്യുന്നതും നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കുന്നതും ബുക്ക്ലെറ്റിൽ കൊടുക്കുന്നതും ബ്രോഷേഴ്സ് കൊടുക്കുന്നതും ഒക്കെ നല്ല മെത്തേഡാണ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ അപ്രോപ്രിയേറ്റ് ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോങ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. തേർഡ് സേസ് ഷീ വിൽ അപ്ലൈ ബാസിട്രാസിൻ ഓയിൻമെന്റ് 3 times per day. നോർമലി അംബലിക്കൽ കോഡ് കട്ട് ചെയ്ത് കഴിയുമ്പം ഈ അംബലിക്കൽ കോഡില്, അതായത് കോഡിന്റെ റിമൈനിങ് പോർഷൻ ഇസ് കോൾഡ് എ സ്റ്റംപ്. ഈ സ്റ്റംപിൽ നമ്മൾ ഒന്നും അപ്ലൈ ചെയ്യില്ല. Okay, no antibiotic, no any kind of antiseptic solutions, no, nothing is applied. Fine. So third one is also wrong. And fourth one parayana, cleanse the cord and surrounding skin with alcohol. Bad alcohol pad vechittu umbilical cord and the surrounding skin ക്ലീൻ ചെയ്യാം. ആൻഡ് ഓൾവേസ് യു നീഡ് ടു കീപ് ദ സ്റ്റംപ് ഡ്രൈ ആൻഡ് ക്ലീൻ. എപ്പോഴും അത് ആ സ്റ്റംപ് റിമൂവ്ഡ് ആയിട്ടുള്ള പോർഷൻ, ബാക്കി കോഡിന്റെ പോർഷൻ ഡ്രൈ ആയിട്ടും ക്ലീൻ ആക്കിയും വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എപ്പോഴും വെറ്റൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, അപ്പൊ എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഫോർത്ത് വൺ ക്യാൻ ബി ദ ആൻസർ. അപ്പൊ ഇതിനകത്ത് ബാക്കി ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വൺ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ കളഞ്ഞു. ആൻഡ് തേർഡ് വൺ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ബട്ട് ബാസിട്രാസിൻ വി ഡോണ്ട് അപ്ലൈ. So fourth one is the answer. Clear? ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് സ്റ്റേറ്റ്മെന്റ് ബൈ എ ന്യൂ മദർ demonstrate more instruction on care of the circumcised infant is needed. അതായത് ഇവിടെ പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ്, ന്യൂ മദർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? മോർ ഇൻസ്ട്രക്ഷൻ ഓൺ എ കെയർ ഓഫ് ദ സർക്കംസിഷൻ. അതായത് ഇപ്പൊ നമ്മൾ സർക്കംസിഷൻ, ഇറ്റ് ഈസ് റിമൂവൽ ഓഫ് ദ ഫോർസ്കിൻ. ഫോർസ്കിൻ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് സർക്കംസിഷൻ. അപ്പം സർക്കംസിഷൻ കഴിഞ്ഞിട്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് സർക്കംസിഷൻ കഴിഞ്ഞിട്ടുള്ള നഴ്സിംഗ് ആക്ഷനെ കുറിച്ചും സർക്കംസിഷൻ കഴിഞ്ഞിട്ടുള്ള കെയറിനെ കുറിച്ചുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സർക്കംസിഷൻ കഴിഞ്ഞിട്ട് അമ്മ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ന്യൂ മദർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏതോ ഒന്നിന് മോർ ഇൻസ്ട്രക്ഷൻ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ മോർ ഇൻസ്ട്രക്ഷൻ ഈസ് നീഡഡ്, അഡീഷണൽ ടീച്ചിങ് ഈസ് നീഡഡ്, ഫോർദർ ക്ലാരിഫിക്കേഷൻ ഈസ് നീഡഡ്. ഇങ്ങനെയൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എഗെയിൻ ആ പേഷ്യന്റിനെ പഠിപ്പിക്കണം എന്നാണ്. അങ്ങനെ എഗെയിൻ ഒരു പേഷ്യന്റിനെ പഠിപ്പിക്കുന്ന സിറ്റുവേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, when they make some kind of a wrong, അവരെന്തെങ്കിലും ഒരു റോങ് ചെയ്യുമ്പോഴായിരിക്കും മോർ ഇൻസ്ട്രക്ഷൻ, അഡീഷണൽ ടീച്ചിങ്, ഫർദർ ക്ലാരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാലും ഇവിടെ എടുക്കേണ്ടത് ഏതാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷന്റെ അടുത്തും ചോദിക്കണം, ആ ഓപ്ഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോന്നും വായിച്ചിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കണം. ഒന്നില്, ഐ നോ ടു ജെന്റ്ലി റിട്രാക്ട് ദ ഫോർസ്കിൻ ആഫ്റ്റർ ദ ഏരിയ ഇസ് ഹീൽഡ്. സോ സർക്കംസിഷൻ, ദ സർജറി, ആ സർജറിക്ക് പറയുന്ന പേര് സർക്കംസിഷൻ. അതിൽ എന്താണ് ചെയ്യുന്നത്? ഫോർസ്കിൻ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഫോർസ്കിൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ സ്യൂട്ടബിൾ ആണോ? അല്ല, ബിക്കോസ് ഫോർസ്കിൻ ഇനി ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് റിട്രാക്ട് ചെയ്യാൻ പറ്റുക? ദാറ്റ് ഈസ് റോങ്. സെക്കൻഡില്, അറ്റ് ഈച്ച് ഡയപ്പർ ചേഞ്ച് ഐ വിൽ സ്ക്യൂസ് ദ വാട്ടർ ഓവർ ദ പെനിസ് ആൻഡ് പാഡ് ഡ്രൈ. ദാറ്റ് മീൻസ് കീപ്പിംഗ് ദ ഏരിയ ഡ്രൈ ഇറ്റ് സെൽഫ്. ഓരോ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഡ്രൈ വാഷ് ചെയ്തിട്ട് ദെൻ പാറ്റ് ചെയ്ത് ഡ്രൈ ആക്കും. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ നോ നോട്ട് ടു ഡിസ്റ്റർബ് ദ യെല്ലോ എക്സുഡേറ്റ് ദാറ്റ് വിൽ ഫോം. സാധാരണ ഫോർസ്കിൻ റിമൂവ് ചെയ്ത് സർക്കംസിഷൻ കഴിയുമ്പോൾ അതിന്റെ മീതെ ഒരു യെല്ലോ എക്സുഡേറ്റ്സ് ഫോം ആവാറുണ്ട്, which is almost quite normal ആണ്. But when that exudates causing foul smell, itching, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇൻഫെക്ഷൻ ആണ്. Otherwise it's okay. For the first day, so I will apply a little antibiotic, there is a typing error, a little antibiotic ointment for the first day or
So I will apply the little antibiotic ointment. So ഇവിടെ first day usually antibiotic എന്തെങ്കിലുമൊക്കെ apply ചെയ്യാന്നുള്ള exactly it doesn't require. But when we compare between fourth one and first one, ഇത് രണ്ടുമാണ് നമുക്ക് wrong ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ fourth one ഉം first one ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, മീൻസ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഇവിടെ AND ഓയിൻമെന്റ് അല്ലെങ്കിൽ A+D ഓയിൻമെന്റ് എന്നൊക്കെ പറയുന്നത് നോർമലി ഡൈപ്പർ ക്രീം ആയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്രീം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. എന്നാലും നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്താലും ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഏതായിരിക്കും? റോങ്, മേജർ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ആണ്. അപ്പൊ ഫോർത്ത് വണ്ണിൽ അതിനകത്ത് വലിയൊരു ഒരു മേജർ വേരിയേഷൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ബെറ്റർ ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓപ്ഷൻ നമ്പർ 1. അടുത്ത പീഡിയാട്രിക്കിൽ നിന്ന് തന്നെയുള്ള ഇൻഫൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ എ ന്യൂ മദർ demonstrate proper understanding of bottle feeding her infant? ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ന്യൂ മദർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്ന കാര്യമാണ്. അതില് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോട്ടിൽ ഫീഡിങ്, ബോട്ടിൽ ഫീഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ 1 പറയുകയാണ്, ഐ നോ നോട്ട് ടു prop the bottle until my baby is older. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ബോട്ടിൽ ഫീഡ് ഒരിക്കലും കുഞ്ഞൊരു കുറച്ച് വലുതാവുന്നവരെ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രിഫർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതൊരു പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിൽ ഫീഡിങ് ഇൻഫന്റിന് കൊടുക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ മെത്തേഡ്, ഹൗ ഡു വി യൂസ് ദ ബോട്ടിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നോട്ട് ടു പ്രോപ്പ് ദ ബോട്ടിൽ അൺടിൽ മൈ ബേബി ഈസ് ഓൾഡർ, അതായത് കുഞ്ഞ് ഓൾഡർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്, ബോട്ടിലിനെ പ്രോപ്പ് ചെയ്യരുത് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഓപ്ഷൻ 1 നമ്മൾ എപ്പോഴും ഫീഡ് കൊടുക്കുന്ന ഒരു പോയിന്റില് ബോട്ടിൽ എപ്പോഴും പ്രോപ്പ് ചെയ്ത്, അതായത് പൊക്കി പിടിച്ച് അപ്പ് ആൻഡ് ഡൗണിൽ പിടിച്ചിട്ട് വേണം, നിപ്പിള് ഫില്ലായിട്ട് വേണം നമുക്ക് ലൈക്ക് ഫീഡ് കൊടുക്കാനായിട്ട്. അപ്പൊ ഓപ്ഷൻ 1 ഒരു നോട്ട് ടു പ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റോങ് തിങ്. സോ നമുക്കത് കളയാം. 2, വിത്ത് ദീസ് ലിറ്റിൽ ബോട്ടിൽ he should be able to finish them. ഓക്കെ, അതായത് ഒരു ചെറിയ ബോട്ടിലില് അതിനകത്ത് എടുക്കുന്ന ഫീഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയല്ല, കുഞ്ഞിന്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഫീഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. when I hold the bottle upside down, drop of milk should fall. അതായത് ബോട്ടിൽ കമത്തി പിടിച്ചിട്ട് നിപ്പിൾ ഫില്ല് ചെയ്തിട്ട് നിപ്പിളിനകത്തോട് ഒരു ഡ്രോപ്പ് ഫീഡെങ്കിലും പുറത്ത് പോയി കഴിയുമ്പോൾ ദാറ്റ് ഇസ് എ ബെറ്റർ വേ. ആൻഡ് ദെൻ നമുക്ക് ആ ബോട്ടിലിന്റെ അറ്റം നിപ്പിള് കുഞ്ഞിന്റെ വായിൽ കൊടുക്കാം. അതൊരു നല്ല മെത്തേഡാണ്. I should burp the baby at the end of the feeding. So I should burp the baby at the end of the feeding എന്ന് പറഞ്ഞാൽ ഫീഡിങ്ങിന്റെ എൻഡില് കുഞ്ഞിനെ ബേർബ് ചെയ്യണം എന്നുള്ളത്. അതും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ന്യൂ മദർ ഡെമോൺസ്ട്രേറ്റ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ബോട്ടിൽ ഫീഡ്. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും നമുക്ക് ഏതായിട്ട് കൺസിഡർ ചെയ്യാം? റോങ് ആൻസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അത് രണ്ടും നമ്മൾ കളഞ്ഞു, അത് രണ്ടും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ 3 ബോട്ടില് അപ്പ് ആൻഡ് ഡൗണിൽ പിടിച്ചിട്ട് ഒരു ഡ്രോപ്പ് ഓഫ് മിൽക്ക് കളഞ്ഞിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും അത് ബോട്ടിൽ ഫീഡിങ്ങിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. 4-മത്തേൽ ഐ ഷുഡ് ബോബ് ദ ബേബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഫീഡിങ്, ഫീഡിങ്ങിന്റെ എൻഡിൽ ബോബ് ചെയ്യാന്നുള്ളത് കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യും എന്നുള്ളതാണ്. ബോട്ടിൽ ഫീഡിനെ കുറിച്ച് നോക്കുമ്പോൾ ബോട്ടിൽ, അതായത് ഫീഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് 3ഉം 4ഉം നോക്കിയാലും കുറച്ചും കൂടെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് തേർഡ് വൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായിട്ട് ആൻസർ എടുക്കാം? തേർഡ് വൺ ആൻസർ ആയിട്ട് എടുക്കാം.
സോ ഇൻഫൻസിൽ നിന്നും അല്ലെങ്കിൽ ഇൻഫന്റ് കെയറിൽ നിന്നും ന്യൂ ബോൺ കെയറിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നോർമൽ ന്യൂ ബോണിന്റെ ഫൈൻഡിങ് എന്താണ്, നോർമൽ ന്യൂ ബോണിനെ എങ്ങനെ കെയർ ചെയ്യുന്നു, ഏതൊക്കെയാണ് അബ്നോർമൽ ന്യൂ ബോൺസ്, അബ്നോർമൽ ന്യൂ ബോൺസിനെ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വി പ്രൊവൈഡ് കോച്ചിങ് ക്ലാസ്സസ്, ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മളുടെ ക്ലാസ് ഡ്യൂറേഷനിൽ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാ ദിവസവും എല്ലാ സിസ്റ്റംസ് പഠിപ്പിച്ച് കഴിയുമ്പോഴും നമുക്കുണ്ടാവും. അത് ഓൾവേസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇഫക്റ്റീവ് വേയിൽ correct answer choose ചെയ്യാനും. So thank you for watching. God bless you all.